ശ്രുതി എന്താ പറയുന്നത്? സകല ആഗ്രഹങ്ങളിൽ നിന്നും ഒരാളുടെ മനസ്സ് എപ്പോൾ മുക്തമാകുന്നുവോ എന്ന് പറഞ്ഞാൽ വാസനാക്ഷയം പൂർണ്ണമായി തീരുന്നുവോ അപ്പോൾ മനുഷ്യൻ അമൃതനായിത്തീരുന്നു, മരണമില്ലാത്തവനായിത്തീരുന്നു, അല്ലെങ്കിൽ അമരനായിത്തീരുന്നു. അത്ര ബ്രഹ്മസമശ്നുതേ ഇവിടെ ഈ ലോകത്തിൽ ഈ ശരീരത്തിൽ കഴിയവേ തന്നെ അദ്ദേഹം പൂർണ്ണമായ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നു. താൻ ബ്രഹ്മമാണെന്ന് അദ്ദേഹം നിസ്സംശയം അറിയുന്നു. അപ്പോൾ ഈ മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നേടേണ്ടതാണ്. ഇവിടെ നേടാത്തവൻ മറ്റേതെങ്കിലും ഊർധ്വലോകങ്ങളിൽ ചെന്ന് അവിടെ തത്വവിചാരം ചെയ്ത് മോക്ഷം നേടാമെന്ന് വിചാരിക്കുന്നവൻ അവൻ കയ്യിലുള്ളതിനെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലുള്ളതിനെ തേടുന്നവനെ പോലെയാണ്. എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ് എന്ന് ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്. കയ്യിലിരിക്കുന്ന ഒന്ന് കാട്ടിലുള്ള രണ്ടിനേക്കാളും ശ്രേഷ്ഠമാണ്. ഈ ഒന്നിനെ ഇവൻ ഉപേക്ഷിച്ചിട്ട് തൻ്റെ കൈവശമില്ലാത്ത ആ രണ്ടിനെ പിടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആ രണ്ട് കിട്ടുകയില്ലെന്നും മാത്രമല്ല ഇവൻ്റെ കയ്യിലുള്ളത് നഷ്ടമാവുകയും ചെയ്യും. ഇതാണ് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. ഇഹചേതവേദീ രഥസത്യമസ്തി നചേതിഹാവേദീൻ മഹതീ വിനഷ്ടിഹി. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഉള്ളിലൊരു ഉൾക്കിടിലം തോന്നും, ഒരു വല്ലാത്ത ഭയം. അതായത് ഒരു മനുഷ്യ ശരീരത്തോടു കൂടി നമ്മളിവിടെ വന്ന് ജനിച്ചു. ഇവിടെ ഈ ശരീരം നഷ്ടമാകുന്നതിന് മുമ്പ് ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാൻ, ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതം സഫലമായി ധന്യമായി എന്ന് ആശ്വസിക്കാം. ഇവിടെ ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. നിങ്ങൾ ജീവിതത്തെ വ്യർത്ഥമാക്കിയ ഒരു വ്യക്തിയായി മാറും. അതുകൊണ്ട് ജീവിതം പാഴാക്കാനുള്ളതല്ല, അതിനെ വേണ്ടവണ്ണം ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ല, എനിക്ക് ഇത്രയും വയസ്സായല്ലോ, സാരമില്ല, മരിച്ചുപോയില്ലല്ലോ. മരിച്ചുപോയാൽ പോലും തത്വബോധം ഉറപ്പിക്കുന്നതിന് വിരോധമില്ല, അതറിയാമോ? സൂക്ഷ്മശരീരിയായി അലഞ്ഞു നടക്കുമ്പോഴും താൻ ആത്മാവാണെന്നുള്ള ചിന്ത നിലനിർത്താൻ പറ്റും. പക്ഷേ അതിന് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ അത് ശീലിച്ചിരിക്കണം. അല്ലാതെ ഇവിടെ പല മോഹങ്ങളിൽ ഭ്രമിച്ച് ഭോഗങ്ങളെ അനുഭവിക്കുന്നതാണ് ജീവിത ലക്ഷ്യം എന്ന് കരുതി ജീവിച്ചാൽ സൂക്ഷ്മ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമമായിരിക്കും ഒരു പരേതാത്മാവിന് ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ജീവിതമാണ് നയിക്കുന്നത്, അതായിരിക്കും നമ്മുടെ പുനർജന്മത്തെയോ അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെയോ സ്വാധീനിക്കുന്നത്. രാഗദ്വേഷങ്ങളാണ് മനസ്സിനെ ചലിപ്പിക്കുന്നത്, ആ മനസ്സാണ് ശരീരത്തെ ചലിപ്പിക്കുന്നത്. ഈ രാഗദ്വേഷങ്ങളിൽ നിന്ന് ഒരാളുടെ മനസ്സ് മുക്തമായാൽ അയാൾ ഇവിടെ തന്നെ മോക്ഷസുഖം അനുഭവിക്കുന്നു. ഇതിതേ സർവമാഖ്യാതം വിപശ്ചിച്ചേഷ്ടിതം സ്ഫുടം അനന്തൈവമവിദ്യേയം ബ്രഹ്മവത് തന്മയീയതഃ. ഇങ്ങനെ രാമ, നിനക്ക് വിപശ്ചിത്തുകളെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഒന്നും പറയാനില്ല. ആ 4 വിപശ്ചിത്തുകളുടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും അവരുടെ ജന്മപരമ്പരകളും എല്ലാം ഞാൻ വ്യക്തമായി നിന്നെ വർണ്ണിച്ച് കേൾപ്പിച്ചു കഴിഞ്ഞു. അനന്തൈവം അവിദ്യേയം, ഈ അവിദ്യ എന്ന് പറയുന്നത് ഇങ്ങനെ ഞാൻ വിവരിച്ചതുപോലെ അനന്തമാണ്. അവിദ്യ ഒരിക്കലും സ്വയം ഇല്ലാതാവുകയില്ല. അവിദ്യയെ ബോധപൂർവമായി ഇല്ലാതാക്കിയാൽ മാത്രമേ അതില്ലാതാവൂ. ഈ അവിദ്യയ്ക്ക് ഒരു അന്തവും കുന്തവുമില്ല, അത് അനന്തമായി വ്യാപിച്ചിരിക്കുന്നു. ഏതുപോലെ? ബ്രഹ്മം പോലെ, ബ്രഹ്മത്തെ പോലെ. ബ്രഹ്മം എങ്ങനെയാണോ ആദ്യന്തങ്ങളില്ലാത്തതായി വ്യാപിച്ചു നിൽക്കുന്നത്, ബ്രഹ്മത്തിൻ്റെ അന്തം എങ്ങനെയാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുന്നത്, അതുപോലെ രാമ ഈ അവിദ്യയും ഈ അവിദ്യയുടെ അന്തവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിദ്യയുടെ അന്തം അന്വേഷിച്ചിറങ്ങിയവരാണ് ഈ 4 പേരും. അവരുടെ
അന്വേഷണം ഒരിടത്തും ചെന്നെത്തിയില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവിദ്യയായി പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ്, അവിദ്യ പോലും ഇവിടെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അവിദ്യ പോലും വാസ്തവമല്ല. അവിദ്യ നമ്മുടെ ഉള്ളിൽ ഒരു അന്ധകാരം പോലെ വ്യാപിച്ചിരിക്കുന്നു. അതാണ് ആത്മാവിനെ മറയ്ക്കുന്നത്. ആ അവിദ്യയെ എത്ര പണിപ്പെട്ടും നശിപ്പിക്കണം. അതിന് സഹായിക്കുന്നത് ജ്ഞാനമാണ്. ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഈ അവിദ്യയെ നശിപ്പിച്ചവരുടെ അനുഭവം എന്താണ്? അവിദ്യ എന്ന ഒന്ന് ഒരിക്കലും എൻ്റെ ഉള്ളിലില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാകുന്ന ആത്മാവ് മാത്രമേ എന്നും ഉണ്ടായിരുന്നുള്ളൂ. ഇനി മേലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇടയ്ക്ക് വെറുതെ ഉണ്ടെന്ന് തോന്നിയതാണ് ഈ അവിദ്യ അല്ലെങ്കിൽ മായ. അപ്പോൾ അവിദ്യയ്ക്ക് പോലും അസ്തിത്വം ഇല്ല എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. അവിദ്യയായി പ്രകടമാകുന്നതും ബ്രഹ്മം തന്നെ. ബ്രഹ്മം ആദ്യന്തങ്ങളില്ലാത്തതായതുകൊണ്ട് ഈ അവിദ്യയ്ക്കും അതുപോലെ ആദ്യന്തങ്ങളില്ല. അനന്തൈവം അവിദ്യേയം ബ്രഹ്മവത് തന്മയീ യതഃ. അവിദ്യയായി പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ്. അല്ല, ബ്രഹ്മമാണെങ്കിൽ അതെങ്ങനെയാണ് സംസാര ബന്ധങ്ങൾക്ക് കാരണമാകുന്നത്? അവിദ്യയെ നിങ്ങൾ ബ്രഹ്മമായി കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവോ? എൻ്റെ ഉള്ളിൽ അവിദ്യയുണ്ട്, അജ്ഞാനമുണ്ട്, അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഈ ഒരു ഭാവമാണല്ലോ എല്ലാവർക്കും ഉള്ളത്. ഈ അവിദ്യയെപ്പോലും ബ്രഹ്മമാണെന്ന് കാണൂ. എൻ്റെ ഉള്ളിൽ പൊന്തി മറയുന്ന എത്ര വൃത്തികെട്ട ചിന്തകളും ബ്രഹ്മമാണ് എന്ന് കാണാൻ കഴിയാത്ത ഒരു വ്യക്തി ഒരിക്കലും ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. ഉറപ്പാണ്. സകലതിലും ബ്രഹ്മഭാവം പുലർത്തിയേ പറ്റൂ. നല്ലത് ചീത്ത എന്നുള്ള വേർതിരിവ് അക്കാര്യത്തിൽ വേണ്ട. നല്ലതിലും വ്യാപിച്ചിരിക്കുന്നത് ബ്രഹ്മം, ദുഷിച്ചതിലും വ്യാപിച്ചിരിക്കുന്നത് അതുതന്നെ. കാമമായും കോപമായും പകയായും വിദ്വേഷമായും അസൂയയായും ഈർഷ്യയായും എല്ലാം പൊന്തുന്നത് ഈ പരമാത്മാവാണ്. ഈ തരം ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ പൊന്തുമ്പോൾ ഭഗവാനെ അങ്ങ് ഈ രൂപത്തിലും പ്രകടമാകുന്നുവോ എന്ന് വിചാരിച്ചോളുക. അല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഛീ, എൻ്റെ ഉള്ളിൽ ഇത്രയും വൃത്തികെട്ട ചിന്തകളോ? ഞാൻ അല്പം പോലും പാകത നേടിയിട്ടില്ല. കൂടുതൽ ശക്തമായി ഞാൻ സാധനകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തിന്? ഈ നല്ലത് ചീത്ത ഇത് എന്നും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവും. അവൻ പൂർണ്ണനാകുന്നത് വരെ ഈ ദ്വന്ദ്വങ്ങളുടെ സ്വാധീനം മനുഷ്യ മനസ്സിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് നല്ലത് ചീത്ത എന്ന് വേർതിരിക്കാതെ എല്ലാം ഭഗവാനാണ് എന്ന് കാണാൻ കഴിഞ്ഞാൽ ക്രമേണ ഈ ദ്വൈത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങും. പിന്നീട് ആ മനസ്സ് ശാന്തമായി തീരും. അപ്പോൾ ദ്വൈതത്തോട് മല്ലടിച്ച് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ദ്വൈതം എന്നൊന്നില്ല. ദ്വൈതം വാസ്തവമല്ല. ആ സത്യം ഉറപ്പിക്കൂ. ഒരിക്കലും ഞാൻ എൻ്റെ നിഴലിനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്ന പ്രശ്നമേ ഇല്ല. എൻ്റെ നിഴലിനോട് ഞാൻ യുദ്ധം ചെയ്താൽ ഞാനായിരിക്കും തോൽക്കുന്നത്, നിഴൽ തോൽക്കില്ല. കാരണം നിഴലില്ലാത്തതാണ്, ഉള്ളത് ഞാനാണ്. ഞാൻ എൻ്റെ തന്നെ ഭ്രമരൂപമായ നിഴലിനോട് യുദ്ധം ചെയ്താൽ അത് വിഡ്ഢിത്തം എന്നല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ആരെങ്കിലും സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്യുമോ? ഇതുപോലെയാണ് മനസ്സുമായി മല്ലടിക്കുക. മനസ്സിനെ ഹഠാത് അല്ലെങ്കിൽ ബലാത്കാരേണ അതിനെ നിയന്ത്രിച്ച് നിർത്തുക. അതൊന്നും അത്ര എളുപ്പമല്ല. ഇഡ്ഡലിയും ഉപ്പുമാവും പൊറോട്ടയും ഒക്കെ തിന്ന് കഴിയുന്ന നമ്മൾ ഈ മനസ്സിനോട് മല്ലിട്ടാൽ ഒരിക്കലും ജയിക്കാൻ പോണില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാധ്യമായത് പറയാം. കാണുന്നതെല്ലാം ബ്രഹ്മം, കേൾക്കുന്നതെല്ലാം ബ്രഹ്മം, തൊടുന്നതെല്ലാം, മണക്കുന്നതെല്ലാം, രുചിക്കുന്നതെല്ലാം, ചിന്തിക്കുന്നതെല്ലാം, മനസ്സിൽ പൊന്തുന്നതെല്ലാം ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മം. ബ്രഹ്മമല്ലാതെ ഇവിടെ അണുപോലും പലതില്ല. എല്ലാം അതിൻ്റെ തന്നെ പ്രകടനങ്ങൾ എന്ന സത്യം ഓർമ്മിച്ചു കൊണ്ട് ജീവിച്ചാൽ രക്ഷപ്പെടും.
ബാലകൃഷ്ണൻ നായർ സാറ് ഇതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക സാധന ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടില്ല. മനസ്സിനെ നിയന്ത്രിക്കണം, ചിന്തകളെയൊക്കെ അടക്കണം, പ്രാണായാമമൊക്കെ ചെയ്ത് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കണം, ഇങ്ങനെയുള്ള ഒന്നും പറഞ്ഞില്ല. തത്വബോധം ഉറപ്പിക്കൂ കൂട്ടരെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണ് തത്വബോധം? എല്ലാം ബ്രഹ്മമാണ് എന്ന വിചാരം നിലനിർത്തുന്നത് തന്നെയാണ് ശരിക്കുള്ള തത്വബോധം. ഇവിടെ കൂടുതലൊന്നും ചിന്തിക്കാനോ വിചാരം ചെയ്യാനോ ഒന്നുമില്ല. ഈ നാനാത്വം ഭ്രമം ഉള്ളത് പരബ്രഹ്മം മാത്രം, പരമാത്മാവ് മാത്രം. ഈ ഓർമ്മ നിലനിർത്താൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സാധന. ഈ സാധന ചെയ്യുന്നവർ മറ്റൊരു സാധനയും ചെയ്യേണ്ട കാര്യമില്ല. കാരണം മറ്റ് സാധനകൾ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ ഇളകി മറിയുന്നു. അവർക്ക് പലതിലും മോഹമുണ്ട്, ഭ്രമമുണ്ട്, കൊതിയുണ്ട്. ഈ കൊതി അല്ലെങ്കിൽ മോഹം അവസാനിക്കണമെങ്കിൽ എല്ലാം ബ്രഹ്മമാണെന്നുള്ള സത്യം ബുദ്ധിക്ക് ഉറപ്പ് വരണം. ബുദ്ധിക്ക് എങ്ങനെ ഉറപ്പ് വരും? ബുദ്ധിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ ബുദ്ധിയുടെ ഗുരുനാഥനായി മാറണം നാം ഓരോരുത്തരും. നമ്മുടെ ബുദ്ധി ശിഷ്യസ്ഥാനത്തും നാം ഗുരുസ്ഥാനത്തും ഇരുന്നാൽ ആ മനസ്സ് പാകപ്പെടും. അല്ലാതെ ആരെങ്കിലുമൊക്കെ എന്നെ രക്ഷിക്കും, ആ സിദ്ധൻ്റെ പുറകെ പോയാൽ ഞാൻ രക്ഷപ്പെടും, മറ്റേ സ്വാമിയുടെ പ്രഭാഷണം കേട്ടാൽ ഞാൻ രക്ഷപ്പെടും. ഏത് സ്വാമിയുടെ പ്രഭാഷണം കേട്ടത് കൊണ്ടും നിങ്ങൾ രക്ഷപ്പെടില്ല. ഈ സ്വാമിയുടെ പ്രഭാഷണം കേട്ടാലും അങ്ങനെ തന്നെ. പ്രഭാഷണം കേൾക്കുന്നത് തത്വബോധം ഉറപ്പ് വരാനാണ്. തത്വത്തെക്കുറിച്ച് എത്ര കണ്ട് നമ്മൾ ശ്രവിക്കുന്നുവോ അത്ര കണ്ട് നമ്മുടെ മനസ്സ് അതിനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടും. നിരന്തരമായി നമ്മുടെ മനസ്സ് ഏതുമായി സമ്പർക്കം പുലർത്തുന്നുവോ ആ വസ്തുവിൽ നമ്മുടെ മനസ്സ് അതിവേഗം ഏകാഗ്രത പ്രാപിക്കും. അതിനു വേണ്ടിയാണ് ഇതിനെ കേൾക്കണം, ചിന്തിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ശ്രവണം ആദ്യത്തെ പടി മാത്രമാണ്. അതിനെ തുടർന്ന് മനനം, നിധിധ്യാസനം, ധ്യാനം. ഇനിയിപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞ് വാതിലും ജനാലയൊക്കെ അടച്ചിട്ട് വീട്ടിനകത്ത് കയറി ഇരുട്ടത്ത് കയറി ഇരുന്ന് കണ്ണ് അടച്ച് അങ്ങനെയൊന്നുള്ള കൊല്ലാപ്പിനൊന്നും പോകണ്ട. ആത്മതത്വത്തെ വിടാതെ ചിന്തിക്കുന്നത് തന്നെയാണ് ഉത്തമമായ ധ്യാനം. വേറെ ഒരു ധ്യാനവുമില്ല. മനസ്സ് ആത്മതത്വത്തിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കുന്ന അവസ്ഥയാണ് ധ്യാനം. അതിന് കണ്ണുകൾ അടയ്ക്കണം എന്ന നിർബന്ധം പോലുമില്ല. കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ ബുദ്ധി എല്ലാറ്റിനെയും ആത്മമയം എന്ന് ബുദ്ധിക്ക് കാണാൻ കഴിഞ്ഞാൽ അതുമാത്രം മതി. എത്ര എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സ് ഏതേതിൽ ചെന്ന് പറ്റുന്നുവോ അതിനെയൊക്കെ ബ്രഹ്മം 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 എന്നുകൂടെ ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ധ്യാനം വേറൊന്നുമില്ല. കാരണം ധ്യാനം എന്ന് പറയുന്നത് ഒരേ വിഷയത്തിൽ മനസ്സ് തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. മനസ്സ് ഏകാഗ്രപ്പെടുന്ന ഭാവമാണ് ധ്യാനം എന്ന് പറയുന്നത്. ആത്മചിന്തയിൽ മനസ്സ് തങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ മറ്റൊരു ധ്യാനം എന്തുണ്ടാവാൻ പറ്റും? ഈ മനസ്സിനെ ധ്യാന നിമഗ്നമാക്കുന്നത് തന്നെ ആത്മാവിനെ അറിയാൻ വേണ്ടിയാണ്. ആ പരമസത്യത്തെ നമ്മൾ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെ മറന്നുപോകാതെ ഓർമ്മിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ധ്യാനം വേറെന്തിരിക്കുന്നു? ഇതിതേ സർവമാഖ്യാതം വിപശ്ചിത് ചേഷ്ടിതം സ്ഫുടം. ആ വിപശ്ചിത്തുകളുടെ ചേഷ്ടകൾ, അവരുടെ ജീവിതങ്ങൾ, അവർ അനുഭവിച്ച ഓരോ ലോകങ്ങൾ, അതൊക്കെ ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഈ അവിദ്യ അനന്തയാണ്. അത് ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരു പ്രകടനമാണ്. ബ്രഹ്മം എങ്ങനെയാണോ അനന്തമായി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഈ അവിദ്യയും ഒടുങ്ങാത്തതായി അനന്തമായി സ്ഥിതി ചെയ്യുന്നു. പതിനഞ്ചാമത്തെ ശ്ലോകം വായിക്കാം. ഇല്ല, 15 വായിച്ചത്. 16-ാമത്തെ ശ്ലോകം.
യേന യത്രൈവ വർഷാണാം ലക്ഷലക്ഷാണി ഗമ്യത്തെ തത്ര തത്ര സ്വഭാവേന ചിതാ കിമപി ലക്ഷ്യത്തെ. ഏതൊരു വ്യക്തിയാൽ എവിടെയാണോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ അനുഭവിക്കപ്പെടുന്നത്, കാലം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ദേശത്തിൻ്റെയും അനുഭവം ഉണ്ടാകും. ദേശകാലങ്ങൾക്കകത്താണ് ഈ പ്രപഞ്ചം. ഇങ്ങനെ അനേക വർഷങ്ങൾ എവിടെ ഉള്ളതുപോലെ അറിയപ്പെടുന്നുവോ അവിടെ സ്വാഭാവികമായി ചിത്ത് ദൃശ്യത്തിൻ്റെ ബോധമുളവാക്കുന്നു. ചിത്ത് തന്നെ ദൃശ്യമെന്ന പോലെ കാണപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദേശകാല ബോധമുണ്ടെങ്കിൽ ദേശകാലങ്ങൾ എന്നുള്ള അനുഭവം മനസ്സുള്ളിടത്ത് മാത്രമേ ഉള്ളൂ. മനസ്സ് എവിടെ സജീവമായി പ്രവർത്തിക്കുന്നുവോ അവിടെ ദേശകാലങ്ങളുണ്ടാവും. ദേശകാലങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ പ്രപഞ്ചാനുഭവവും ഉണ്ടാവും. ഇതാണ് നിയമം. ഇങ്ങനെ ചിത്ത് തന്നെ ദൃശ്യപ്രപഞ്ചമായി മാറും. ആർക്ക്? ദേശകാലങ്ങൾ സത്യമെന്ന പോലെ ആര് വിചാരിക്കുന്നുവോ അവരുടെ മുമ്പിൽ ഈ പരമാത്മാവ് തന്നെ പ്രപഞ്ചമായി കാണപ്പെടും. തത്കൽപ്പകാജ്ഞാതചിത ആനന്ദ്യാദേവ തദാനന്ദ്യമിതി ബ്രഹ്മവദിതി ദൃഷ്ടാന്തോക്തേ താത്പര്യമിത്യാഹ. ബ്രഹ്മം തന്നെയാണ് അവിദ്യയായി കാണപ്പെടുന്നത് എന്ന് പറഞ്ഞതിനെ കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണ്. തത്കൽപ്പകാജ്ഞാതചിത, ഈ ചിത്തിനെ വേണ്ടവണ്ണം അറിയാതിരിക്കുമ്പോൾ ആ ചിത്ത് തന്നെ അവിദ്യയുടെ രൂപത്തിലും അവിദ്യ കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്ന പ്രപഞ്ചമായും കാണപ്പെടുന്നു. ബ്രഹ്മം അനന്തമായതുകൊണ്ട് അവിദ്യയും അനന്തമായിരിക്കുന്നു. അതിനെ ബോധപൂർവമായി ഓരോ വ്യക്തിയും നശിപ്പിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ആ അവിദ്യ തനിയെ ഒരിക്കലും നഷ്ടമാവുകയില്ല. അവിദ്യയെ നശിപ്പിക്കണം എന്നുള്ള വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി തത്വവിചാരം ചെയ്യുന്ന ഒരാളുടെ ഉള്ളിൽ നിന്ന് മാത്രമേ അവിദ്യ അകലുകയുള്ളൂ. തദേവാശ്വപരിജ്ഞാതം മിഥ്യാവിദ്യേതി കഥ്യത്തെ പരിജ്ഞാതം തു തച്ഛാന്തം തഥാ ബ്രഹ്മേതി കഥ്യത്തെ. തദേവ ആശു അപരിജ്ഞാതം, ബ്രഹ്മം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. ആ ബ്രഹ്മത്തെ ബ്രഹ്മമായി കാണാതിരിക്കുമ്പോൾ, അതായത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകാതിരിക്കുമ്പോൾ ആ അറിവിനെയാണ് മിഥ്യ, അവിദ്യ, അജ്ഞാനം എന്നീ പേരുകൾ പറഞ്ഞു വിളിക്കുന്നത്. ഈ അവിദ്യയും അജ്ഞാനവും മായയും ഒന്നും വാസ്തവത്തിൽ ഇവിടെ ഇല്ല. ആ വാക്കുകളുടെ അർത്ഥം തന്നെ ഒന്ന് പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകും. മായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? മായ എന്ന് പറഞ്ഞാൽ യാ മാ, ചൊറിച്ചു മല്ലണം എന്ന് പറഞ്ഞാൽ മറിച്ചു ചൊല്ലണം. മായ തിരിച്ചിട്ടാൽ യാ മാ. ലങ്ക തിരിച്ചിട്ടെ കാലം. ശ്രീലങ്കയല്ല, ലങ്കയിലേക്ക് ഹനുമാൻ മഹേന്ദ്രഗിരിയിൽ നിന്ന് ചാടി ലങ്കയിലെത്തി. ലങ്ക എന്ന് പറഞ്ഞാൽ അത് കാലമാണത്. കാലത്തെ തിരിച്ചിട്ടാൽ ലങ്ക. അതുപോലെ യാമ അത് തന്നെയാണ് മായ. യാമ എന്ന് പറഞ്ഞാൽ ഏതാണോ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് അതിനെയാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ അവിദ്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ന വിദ്യതേ യാ സാ അവിദ്യ, ഏതാണോ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ മായ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് അവിദ്യ എന്ന വാക്കിൻ്റെയും അർത്ഥം. ഏതൊന്നാണോ യഥാർത്ഥത്തിൽ ഇല്ലാത്തത് അത് തന്നെയാണ് മായ അല്ലെങ്കിൽ അവിദ്യ. അപ്പോൾ ആ വാക്ക് തന്നെ അവയുടെ ഈ മായയും അവിദ്യയും ഇല്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതായത് അറിയപ്പെടാത്ത ബ്രഹ്മം അതാണ് അവിദ്യയായി പ്രകാശിക്കുന്നത്. അറിയപ്പെട്ട അവിദ്യ ബ്രഹ്മമായി പ്രകാശിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? ഇല്ല, തലയാട്ടിയാലും ഞാൻ സമ്മതിക്കില്ല. അറിയപ്പെടാത്ത ബ്രഹ്മം അവിദ്യ എന്ന പേരിൽ അറിയപ്പെടുന്നു.
അറിയപ്പെട്ട അവിദ്യ ബ്രഹ്മം എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവിദ്യ ബ്രഹ്മം എന്ന രണ്ട് ഇല്ല. ബ്രഹ്മത്തെ വേണ്ടവണ്ണം അറിയാതിരിക്കുമ്പോൾ അത് തന്നെ അവിദ്യ എന്ന പോലെ പ്രകാശിക്കുന്നു. ഈ അവിദ്യ എന്താണെന്ന് വിശകലനം ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് വാസ്തവത്തിൽ ബ്രഹ്മം തന്നെയാണ് എന്നറിയാറാകും. അങ്ങനെ അറിയപ്പെട്ട അവിദ്യ ബ്രഹ്മം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ ബ്രഹ്മത്തെ ഉള്ളതുപോലെ അറിയുന്നുണ്ടോ ഇല്ലയോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ബ്രഹ്മത്തെ ഉള്ളതുപോലെ അറിഞ്ഞാൽ അത് ബ്രഹ്മം. ബ്രഹ്മത്തെ ഉള്ള പോലെ അറിഞ്ഞില്ലെങ്കിൽ അതിന് പല പേരുകളുണ്ട്. അവിദ്യ, മായ, ഭ്രമം, മിഥ്യ, പ്രപഞ്ചം, വസ്തുക്കൾ, വ്യക്തികൾ, ഞാൻ, നീ, അവൻ, അവൾ, നിങ്ങൾ, ഞങ്ങൾ, കുന്തം, കുടച്ചക്രം എല്ലാം അത് തന്നെ. അത് ബ്രഹ്മത്തെ വേണ്ടവണ്ണം അറിയാതിരിക്കുമ്പോഴാണ്. അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യയുടെ സന്തതിയാണ് ഈ പ്രപഞ്ചം. മായയാണ് ബ്രഹ്മത്തെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് എന്താണ് അർത്ഥം? ഉള്ള ബ്രഹ്മത്തെ അറിയാതിരിക്കുമ്പോൾ അതേ ബ്രഹ്മം പലതെന്ന പോലെ കാണപ്പെടുന്നു. അതിനെയാണ് മായ എന്ന് പറയുന്നത്. ആ പലതിൽ ഭ്രമിച്ച് കഴിയുന്ന അവസ്ഥയാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മത്തെ വേണ്ട പോലെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ നഷ്ടമാകും, മായ അപ്രത്യക്ഷമാകും. അപ്പോൾ മിഥ്യ, അവിദ്യ എന്നൊക്കെ പറയപ്പെടുന്നത് വേണ്ട പോലെ അറിയപ്പെടാത്ത ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ വേണ്ട പോലെ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മായയും അവിദ്യയും ഒന്നും ഉണ്ടാവില്ല. പരിജ്ഞാതം തു തച്ഛാന്തം. അവിദ്യ എന്താണ്, മായ എന്താണ്, അതിൻ്റെ തായ്വേരന്വേഷിച്ചു പോയാൽ അങ്ങനെ ഒന്നില്ല എന്ന് അറിയാറാകും. ബ്രഹ്മത്തിൽ നമ്മുടെ അന്വേഷണം അവസാനിക്കും. ഉള്ളതിനെ അറിഞ്ഞാലേ ഇല്ലാത്തത് വഴിമാറിത്തരികയുള്ളൂ. ഇല്ലാത്തത് നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഉള്ളതുപോലെ തോന്നുന്നത്. അതുകൊണ്ട് ഇല്ലാത്തതിനെ എന്താണെന്ന് വിശകലനം ചെയ്യുക വഴി ഉള്ളതിൽ ചെന്നെത്താൻ പറ്റും. അല്ലാതെ വേറെ മാർഗമില്ല. എവിടുന്നെങ്കിലും അന്വേഷണം ആരംഭിക്കണമല്ലോ. പ്രപഞ്ചം സത്യമാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എല്ലാവർക്കും ഈ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇതെല്ലാം വാസ്തവം പോലെയാണ് അനുഭവപ്പെടുന്നത്. ഇവ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ചിന്താശേഷിയെ വേണ്ടവണ്ണം വിനിയോഗിക്കുന്നില്ല. അങ്ങനെ സൂക്ഷ്മമായ വിശകലനം ചെയ്യുമ്പോൾ ഇല്ലാത്തത് വഴിമാറിത്തരും, ഉള്ളത് പ്രകാശിക്കുകയും ചെയ്യും. ഉള്ളതിനെ മറച്ചുകൊണ്ടാണ് ഇല്ലാത്തത് പൊന്തിയത്. ഉള്ളത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാൻ പറ്റാതിരിക്കുമ്പോൾ ഇല്ലാത്ത പലതും ഉള്ളതുപോലെയായിത്തീരുന്നു. ആ ഇല്ലാത്ത പലതുകൾ ഉള്ള ഒന്നിനെ മറച്ചതുപോലെയും തോന്നുന്നു. മറച്ചിട്ടില്ല. ഇല്ലാത്തത് എങ്ങനെയാണ് ഉള്ളതിനെ മറയ്ക്കുക? സ്വയം ഇല്ലാത്തത് അവിദ്യ അല്ലെങ്കിൽ മായ, അജ്ഞാനം, അതെങ്ങനെയാണ് സദ്വസ്തുവായ ബ്രഹ്മത്തെ മറയ്ക്കുക? സാധ്യമല്ല. ബ്രഹ്മം ഒരിക്കലും മറഞ്ഞിട്ടില്ല. മറഞ്ഞതുപോലെ തോന്നി, അത്രയേ ഉള്ളൂ. ആ തോന്നൽ തത്വസാക്ഷാത്കാരത്തിലൂടെ നീങ്ങിക്കിട്ടും. പിന്നെ മറയില്ല എന്ന് മനസ്സിലാകും. ഉള്ളത് വ്യക്തമായി അറിയപ്പെട്ടതായി തീരുകയും ചെയ്യും. തന്മയീത്യുക്തേരവി താത്പര്യമാഹ തദേവേദി തദ് ബ്രഹ്മൈവ. ഈ അവിദ്യ, മായ എന്നൊക്കെ ശാസ്ത്രങ്ങളിൽ വിവരിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ആത്മാവ് തന്നെയാണ്. ഇപ്പോൾ ഒരു സംശയം നമുക്ക് തോന്നാനുള്ള ഒരു സംശയം പറയാം. ആത്മാവ് എന്തിനാണ് അവിദ്യയായി പ്രകടമാകുന്നത്? എന്തിനാണ് അത് തന്നെ മറയ്ക്കുന്നത്? അത് തന്നെ മറച്ചിട്ടില്ല. ഒരു വസ്തുവിനെ സ്വയം മറയ്ക്കാൻ പറ്റില്ല. ഒന്നിനെ മറയ്ക്കണമെങ്കിൽ അതല്ലാത്ത മറ്റൊന്ന് വേണം. ഞാൻ എങ്ങനെയാണ് എന്നെ മറയ്ക്കുക? എൻ്റെ ശരീരത്തെ ഞാൻ വസ്ത്രങ്ങൾ കൊണ്ട് മറയ്ക്കുന്നു, അല്ലേ? എൻ്റെ നഗ്നത മറയ്ക്കുന്നത് വസ്ത്രങ്ങൾ കൊണ്ടാണ്. പക്ഷേ നഗ്ന ശരീരത്തെ തൊലി മറയ്ക്കുന്നുണ്ടോ? ശരീരം മുഴുവൻ തോല് വ്യാപിച്ചിട്ടുണ്ടല്ലോ. അത് ശരീരത്തിൻ്റെ തന്നെ ഭാഗമാണ്. അത് നഗ്നതയെ മറയ്ക്കുന്നില്ല.
ശരീരമല്ലാത്ത വസ്ത്രമോ മുണ്ടോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെയുള്ള മറ്റ് വസ്തുക്കളാണ് ശരീരത്തെ മറയ്ക്കുക അല്ലെങ്കിൽ നഗ്നതയെ മറയ്ക്കുക. ഇതങ്ങനെയല്ല. ആത്മാവ് സ്വയം മറഞ്ഞതുപോലെ ആയിത്തീരുന്നു. മറയ്ക്കപ്പെട്ടിട്ടില്ല, മറഞ്ഞതുപോലെ തോന്നുന്നു. അത് തോന്നലല്ലാതെ വാസ്തവമല്ല. ആ തോന്നൽ എങ്ങനെ വന്നു? ആ ചോദ്യം ബ്രഹ്മത്തോടല്ല ചോദിക്കേണ്ടത്. ആർക്കാണോ തോന്നുന്നത് അവൻ സ്വയം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. ഞാൻ എന്തുകൊണ്ട് ഞാൻ ബ്രഹ്മമായിരുന്നിട്ട് കൂടി ബ്രഹ്മമാണ് എന്ന് ഞാൻ അറിയുന്നില്ല? അറിയാത്തതാരാണ്? ഞാൻ. എനിക്കാണ് ബ്രഹ്മം എന്താണെന്ന് അറിയാൻ പറ്റാത്തത്. ഈ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എന്നോട് തന്നെ ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല. തത്വം അറിഞ്ഞവരോട് ചോദിക്കണം. അവർ പറയും, ഞാൻ ആത്മാവിനെ അറിയുന്നില്ല എന്ന് നിങ്ങൾ പരാതി പറയുന്നുണ്ടല്ലോ. ഈ പരാതി പറയുന്ന ഞാൻ ആത്മാവ് തന്നെയാണ്. തത്വമസി ശ്വേതകേതോ. കഴിഞ്ഞു. നീ അതാണ്. ആരാണോ ബ്രഹ്മത്തെ അറിയാൻ കഴിയുന്നില്ല എന്ന പരാതിയുമായി ഒരു ഗുരുനാഥനെ സമീപിക്കുന്നത്, ആ വ്യക്തിയോട് ഗുരുനാഥൻ പറയുന്നു, നിനക്കറിഞ്ഞൂടാ എന്ന് നീ പറയുന്ന ആ ബ്രഹ്മം നീ തന്നെ കുഞ്ഞേ. അല്ല, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആത്മജ്ഞാനം കിട്ടുമോ? പറഞ്ഞതുകൊണ്ട് കിട്ടില്ല. ആ ഗുരുവിൻ്റെ വാക്കുകളെ വിചിന്തനം ചെയ്തു നോക്കണം, വിശകലനം ചെയ്തു നോക്കണം. തത്വമസി മഹാവാക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കിയാൽ, വാച്യാർത്ഥമല്ല, ലക്ഷണാർത്ഥമല്ല, ലക്ഷ്യാർത്ഥം. ആ ലക്ഷ്യാർത്ഥം, തത്ത് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്, ത്വം എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്, ആ രണ്ട് വാക്കുകളുടെ അർത്ഥങ്ങൾക്ക് തമ്മിലാണ് പൊരുത്തം പറഞ്ഞിരിക്കുന്നത്. തത് എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മം, ത്വം ഒരു ശരീരത്തിൽ ഞാനെന്ന് അഭിമാനിച്ചുകൊണ്ട് കഴിയുന്ന ജീവബോധം. ഈ ജീവബോധം അവിദ്യയെ ഇല്ലായ്മ ചെയ്താൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മമാണ് താൻ എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ആത്മാവ് തന്നെയാണ് ജീവനായി പ്രകടമായിരിക്കുന്നത്. ആ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കി അതിനെ നല്ലപോലെ ചിന്തിച്ച് ആത്മജ്ഞാനം നേടുമ്പോൾ ഞാൻ ആത്മാവിനെ അറിയുന്നില്ല എന്നുള്ള പരാതി നീങ്ങിക്കിട്ടും. അറിയാത്തത് അതിനെ പൂർണ്ണമായി അറിയാത്തത് കൊണ്ടല്ല, ഭാഗികമായി അറിയുന്നത് കൊണ്ടാണ്. ഭാഗികമായി അറിയുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആത്മാവിനെ അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വേദാന്തത്തിന് സമ്മതമല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണ്ണമായും ആത്മാവിനെ അറിയാത്തവരാണെങ്കിൽ ഞാനുണ്ടെന്ന് പോലും അറിയാൻ പറ്റാതെ ഇരിക്കണം. നിങ്ങൾക്ക് ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ ആത്മാവിനെ അറിയുന്നില്ല എന്ന് പറയാൻ പറ്റും? ആത്മാവിനെ ഞാനായി തെറ്റിദ്ധരിക്കുന്നു. അവിടെയാണ് നമുക്ക് കുഴപ്പം പറ്റുന്നത്, അവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത്. ഞാൻ ആത്മാവാണ് എന്നറിയുന്നതിന് പകരം തന്നെ ഒരു ജീവനായി കരുതുന്നു. ഇത് തന്നെയാണ് അവിദ്യ. ആ അവിദ്യ തത്വവിചാരത്തിലൂടെ നശിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ ആത്മാവാണെന്ന സത്യം തെളിയും. പിന്നെ ഞാൻ ആത്മാവിനെ അറിയുന്നില്ല എന്നുള്ള പരാതിക്ക് ഇടമില്ല. അപ്പോൾ ബ്രഹ്മം തന്നെയാണ് അവിദ്യ, മായ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ ഒരിടത്തും ഇല്ല. ഭേദോ നഭേദസ്തത്രായം ഭേദോയം യന്മയഃ കില തദ്ബ്രഹ്മൈവ ചിദാഭാസം ചിദ്രൂപൈവ ഹി ഭിന്നത. ഭേദോ നഭേദഃ, ഭേദം വ്യത്യാസം, വേറെ വേറെ, പലത്, നാനാത്വം, അത് വാസ്തവമല്ല. ഭേദം ഉള്ളതല്ല, പലത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ഭ്രമം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭേദമില്ലാതെ തന്നെ നാം ഭേദങ്ങളെ കാണുന്നു. ആ അവസ്ഥയാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. എപ്പോഴും ആത്മാവ് മാത്രമേ ഇവിടെയുള്ളൂ. ഭേദോന ഭേദസ്തത്രായം ഭേദോയം യന്മയഃ കില.
ഈ ഭേദം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നാനാത്വം, വ്യത്യസ്തത, അതുപോലും ബ്രഹ്മമാണ്. ജഗത്തായി കാണപ്പെടുന്നത് ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ജഗത്തെന്ന ഒരു വേറിട്ട സത്തയില്ല. ആത്മാവിനെ വേണ്ടവണ്ണം അറിയാതിരിക്കുമ്പോൾ നാനാത്വം സത്യമെന്ന പോലെ തോന്നുന്നു. അതിനെയാണ് നമ്മൾ പ്രപഞ്ചം, ജഗത്ത് എന്നൊക്കെ പറയുന്നത്. ആ ജഗത്ത് ബ്രഹ്മമയമാണ്. ഈ ജഗത്തിൽ ബ്രഹ്മമല്ലാതെ അണുപോലും മറ്റൊന്നില്ല. സർവം ഖൽവിദം ബ്രഹ്മ, സർവം ബ്രഹ്മമയം, രേ സർവം ബ്രഹ്മമയം. സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഒരു കീർത്തനത്തിൽ പാടുന്നത് ഇങ്ങനെയാണ്: എല്ലാം ബ്രഹ്മമയമാണ്, കിം ഭോക്തവ്യം കിം അഭോക്തവ്യം. ഇവിടെ അനുഭവിക്കാൻ എന്താണുള്ളത്, അനുഭവിക്കപ്പെടേണ്ടതായിട്ട് എന്താണുള്ളത്? കിം ഭോക്തവ്യം കിം അഭോക്തവ്യം, കിം ജപനീയം കിം അജപനീയം. എന്താണ് ഇവിടെ ജപിക്കേണ്ടതായിട്ടുള്ളത്, എന്താണ് ജപിക്കാൻ പാടില്ലാത്തതായിട്ടുള്ളത്? ഇവിടെ അനുഭവിക്കാൻ അനുഭവിക്കാതിരിക്കാൻ, ജപിക്കാൻ ജപിക്കാതിരിക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ, കാണാൻ കാണാതിരിക്കാൻ, ചിന്തിക്കാൻ ചിന്തിക്കാതിരിക്കാൻ, അങ്ങനെ ഒന്നുമില്ല. രണ്ടുണ്ടെങ്കിലേ ഈ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമുള്ളൂ. ഒന്നിനെ ചിന്തിക്കണം, മറ്റൊന്നിനെ ചിന്തിക്കരുത്. ഇവിടെ ആകപ്പാടെ ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളുവെങ്കിൽ അതിനെ ചിന്തിക്കേണ്ടതാണെന്ന് പറയണോ, ചിന്തിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയണോ? ഒന്നേ ഉള്ളൂ. ഈ ഭൂമുഖത്ത് ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അയാളെ നല്ലവനാണെന്ന് പറയണോ, കൊള്ളരുതാത്തവനെന്ന് പറയണോ? നിങ്ങൾ ഈ നല്ലവൻ കൊള്ളരുതാത്തവൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നേർ വിപരീത സ്വഭാവമുള്ള വ്യക്തിയുമായി താരതമ്യം ചെയ്തിട്ടാണ്. ഒരാൾ നല്ലവനാകുന്നത് കൊള്ളരുതാത്തവനുമായി നമ്മൾ അയാളെ താരതമ്യം ചെയ്യുമ്പോഴാണ്. അതുപോലെ കൊള്ളരുതാത്തവനായി ഒരാൾ മാറുന്നത് നല്ലവനുമായി താരതമ്യം ചെയ്തിട്ടാണ്. ഇങ്ങനെ ഈ ദ്വൈത തലത്തിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിലേ നല്ലത് ചീത്ത ആ ഒരു ഭേദമുള്ളൂ. ഒന്നേ ഉള്ളുവെങ്കിൽ അത് നല്ലതുമല്ല ചീത്തയുമല്ല, അത് കേവലമാണ്, ശുദ്ധമാണ്. എന്നാൽ അതിനേക്കാളും നല്ലതായിട്ട് മറ്റൊന്നുമില്ല. നല്ലത് കെട്ടത് ഈ രണ്ടിനെയും താണ്ടിക്കടക്കണം. അപ്പോഴേ പൂർണ്ണമായ നല്ലതിൽ ചെന്നെത്താൻ പറ്റൂ. സാപേക്ഷമായ മായയുടെ തലത്തിലുള്ള നല്ലതുപോലും ചീത്തയാണ്. ഈ ലോകത്ത് നല്ലവൻ, നല്ലത് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരർത്ഥത്തിൽ ചീത്തയാണ്. എന്തുകൊണ്ടെന്നോ, മായയ്ക്കകത്താണ്. മായയുടെ ഉള്ളിൽപ്പെട്ടതെല്ലാം ചീത്തയാണ്, കൊള്ളരുതാത്തതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നല്ലത്, ശ്രേഷ്ഠം, പുണ്യം, നന്മ എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അർത്ഥമില്ല. എന്ന് വെച്ച് പാപം ചെയ്യാൻ തയ്യാറാവരുത്. ഈ ലോകത്ത് നല്ലതും ചീത്തയും ഉള്ളതുപോലെ ജീവിച്ചോളണം. പക്ഷെ നമ്മുടെ ഉള്ളിൽ, ബുദ്ധിയിൽ നന്മ തിന്മകൾ ഉണ്ടാവാൻ പാടില്ല. നന്മ തിന്മകളുടെ സ്ഥാനത്തിൽ നന്മ തിന്മകളെ താണ്ടിയിരിക്കുന്ന ബ്രഹ്മം മാത്രമേ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ലോകത്തിലുള്ള നന്മ തിന്മകളെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകും. അതുകൊണ്ട് ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെ ഉപേക്ഷിച്ചേക്കൂ. ഈ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇന്നേ വരെ ആർക്കും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. വെറുതെ അസ്വസ്ഥത വർദ്ധിക്കും. നല്ല ആളുകളാണ് കൂടുതൽ ദുഃഖിക്കുന്നത്. ദുഷ്ടന്മാർ ആനന്ദിച്ച് സുഖിച്ച് കഴിയുന്നു. ദൈവത്തോട് നമുക്ക് വെറുപ്പ് തോന്നും. നമ്മളൊക്കെ അവിശ്വാസികളായി, നിരീശ്വരവാദികളായി മാറും. എന്തുകൊണ്ട്? ഈ ലോകത്ത് അധർമ്മവും അനീതിയും അക്രമവുമാണ് ദിനം പ്രതി വർദ്ധിച്ചു വരുന്നത്. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സർവേശ്വരൻ നിർദ്ദയനായേ പറ്റൂ. അങ്ങനെ നിർദ്ദയനായ, കാരുണ്യം അല്പം പോലുമില്ലാത്ത, കനിവിൻ്റെ ഒരംശം പോലും ഉള്ളിലില്ലാത്ത ഈശ്വരനെ ഞാനെന്തിനാരാധിക്കണം? അതുകൊണ്ട് ഈശ്വരനെ മൂർധാബാദ് വിളിക്കും, ചെകുത്താന് സിന്ദാബാദും വിളിക്കും. നമ്മൾ ഒരിക്കലും ദൈവനിന്ദ ചെയ്യുന്നവരാവരുത്.
ഈശ്വരൻ ഇതിനൊക്കെ എന്തിന് വളം വെച്ച് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈശ്വരൻ ഒന്നിനെയും വളമിട്ട് വളർത്തുന്നുമില്ല, ഒന്നിനെയും അദ്ദേഹം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹത്തിൽ ഒരു കാരണവുമില്ലാതെ ഭ്രമരൂപത്തിൽ പൊന്തിയതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ അദ്ദേഹമായി തന്നെ കണ്ടാൽ രക്ഷപ്പെടും. ഈശ്വരനെ മറന്ന് പുണ്യപാപങ്ങൾ, നന്മ തിന്മകൾ, ശുഭാശുഭങ്ങൾ, ഇതിലൊക്കെയാണ് നമ്മുടെ ചിന്ത വ്യാപരിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും ശാന്തിയെ പ്രാപിക്കില്ല. ഭേദോന ഭേദസ്തത്രായം ഭേദോയം യന്മയക്കില. ഭേദങ്ങളൊന്നും വാസ്തവത്തിൽ ഭേദങ്ങളല്ല രാമ. ഭേദം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ തന്നെ ഒരു പ്രകടനമാണ്. നാനാത്വം ഏകത്തിൻ്റെ പ്രകടനമാണ്. ഒന്നെങ്ങനെയാ പലതാവുക? ഒന്ന് പലതാകണ്ട. ഒന്ന് പലതായി തോന്നുന്നതിന് വിരോധമില്ലല്ലോ. തോന്നലിൽ എന്തും സംഭവിക്കാമല്ലോ. ഒന്ന് യഥാർത്ഥത്തിൽ പലതാവുകയില്ല, പലതാകാൻ പറ്റില്ല. പക്ഷെ ആ ഒന്നിൽ പലതിൻ്റെ ഭ്രമം തോന്നാൻ വിരോധമില്ല. അതാണ് ഈ പ്രപഞ്ചം. തദ് ബ്രഹ്മൈവ ചിദാഭാസം ചിദ്രൂപൈവ ഹി ഭിന്നത. ബ്രഹ്മം തന്നെയാണ് ചിദാഭാസനായ ജീവനായി ഓരോ ശരീരത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ഭേദം ബ്രഹ്മത്തിൻ്റെ മറ്റൊരു പേരാണ്. അല്ല, അങ്ങനെയല്ലല്ലോ ഇതുവരെ പറഞ്ഞത്. ഒന്ന് അദ്വൈതം, ദ്വൈതത്തെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്നത് ഏകം, സത്ത് എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അതെ, പക്ഷേ അത് തന്നെയാണ് നാനാത്വങ്ങൾ നിറഞ്ഞ പ്രപഞ്ചമായും കാണപ്പെടുന്നത്. അങ്ങനെ ഒരു സ്വഭാവവിശേഷം ആ സത്യത്തിനുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ ശ്രദ്ധ ബ്രഹ്മത്തിലാവണം, ദ്വൈതത്തിൽ ആവരുത്. നന്വ അവിദ്യേതി ബ്രഹ്മേതി ച ഭേദേ സതി കഥം തദേവ തത്രാഹ. അവിദ്യ വേറെ ബ്രഹ്മം വേറെ എന്ന് വേദാന്തം വേർതിരിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, ഈ ഭേദം, അവിദ്യ എന്നൊക്കെ പറയുന്നത് അന്തിമമായി ബ്രഹ്മം തന്നെ. അയം ഭേദ നഭേദ. ഈ ഭേദമൊന്നും യഥാർത്ഥത്തിൽ ഭേദമല്ല. യതഃ അയം തന്മയ അവിദ്യാമയേവ. ഈ ഭേദങ്ങൾ അവിദ്യയുള്ളത് കൊണ്ട് തോന്നുന്നതാണ്. ആ അവിദ്യയാകട്ടെ യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെയാണ്. അവിദ്യ പോലും ബ്രഹ്മമാണെന്ന്. അവിദ്യയെ നിങ്ങൾ ബ്രഹ്മഭിന്നമായി കാണരുത്. അവിദ്യയിൽ പോലും ബ്രഹ്മത്തെ കാണൂ. ഇരുട്ടിൽ പ്രകാശത്തെ കാണൂ. ബ്രഹ്മം മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളൂ എന്നറിയൂ രാമ. ചിദ്ഭാസ്യത്വാദപി ഭേദോ ന ചിതോന്യൈത്യാഹ. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ അവിദ്യാമായ ഇതൊന്നും ബ്രഹ്മത്തിൽ നിന്ന് വിഭിന്നമല്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ അവിദ്യ, ബ്രഹ്മം, പ്രപഞ്ചം ഇതെല്ലാം തന്നെ ബ്രഹ്മത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നവയാണ്. ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മം ഇവയെ പ്രകാശിപ്പിച്ചില്ലെങ്കിൽ ഇവയുടെ അനുഭവം നമുക്കുണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ബ്രഹ്മത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് ബ്രഹ്മമാവാനേ തരമുള്ളൂ എന്നുള്ള യുക്തിയെ അംഗീകരിച്ചാൽ ഭ്രമം പോലും യഥാർത്ഥത്തിൽ സത്യവസ്തുവിൻ്റെ ഒരു പ്രകടനമാണ്. അല്പം പോലും ഇവിടെ നാനാത്വം ഇല്ല. ബ്രഹ്മാണ്ഡമണ്ഡപസ്യാസ്യ ഭ്രമതേത്യവിപശ്ചിത ലബ്ധോ യുഗശതൈരന്തോ നാവിദ്യായാ വിപശ്ചിത. ബ്രഹ്മാണ്ഡ മണ്ഡപം എന്നാണ് പറയുന്നത്. ശങ്കരമണ്ഡപം, കല്യാണ മണ്ഡപം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ബ്രഹ്മാണ്ഡം അനന്തമായ ഒരു മണ്ഡപമാണ്. ഇതിൽ ഭ്രമിച്ചു വിപശ്ചിത്ത്. ഇതിനെ സത്യമെന്ന് കരുതി, ബ്രഹ്മത്തെ അല്ലെങ്കിൽ ലോകത്തെ വാസ്തവമെന്ന് കരുതി. അതുകൊണ്ട് യുഗശതങ്ങൾക്കൊടുവിലും, നൂറുകണക്കിന് ആയിരക്കണക്കിന് യുഗങ്ങൾ കഴിഞ്ഞിട്ടും അവിദ്യയുടെ അന്തം കണ്ടെത്താൻ വിപശ്ചിത്തിന് കഴിഞ്ഞില്ല എന്ന് തൽക്കാലം വസിഷ്ഠ മഹർഷി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഉടനെ രാമൻ്റെ അടുത്ത ചോദ്യം, ആ ചോദ്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. ഈ സസ്പെൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ അടുത്ത ആഴ്ചയും വരത്തുള്ളൂ. എവിടെയെങ്കിലും പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ എന്തോന്നിനിയിപ്പോൾ ഇതൊക്കെ തന്നെ. പക്ഷേ ഈ സസ്പെൻസ് നിലനിർത്തിയാൽ, പണ്ട് ഈ സിനിമ നോട്ടീസ് അടിക്കുമല്ലോ,
ഇങ്ങനെ സിനിമയുടെ കഥ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘട്ടം വരുമ്പോൾ ശേഷം വെള്ളിത്തിരയിൽ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒന്ന് കാണറാ, ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ ഒന്ന് കാണുക. പിന്നെ മൊത്തം കഥ നോട്ടീസിൽ അച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സിനിമാ തിയേറ്ററിൽ വരുമോ? അതുപോലെ സസ്പെൻസ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സസ്പെൻസ് മാത്രമേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല, നാളെ എന്താണെന്ന് അറിയില്ല, കൊല്ലങ്ങൾക്ക് ശേഷം എന്തെന്നറിയില്ല. എല്ലാം അറിയാമെങ്കിൽ ഈ ജീവിതത്തിൽ ഒരു രസവും ഉണ്ടാവില്ല. ഉണ്ടാവുമോ ഒരു സസ്പെൻസ്, എന്തൊക്കെയോ നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെടുന്നു. അത് അനാവൃതമാകുന്നത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ലത് സംഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ നല്ലതിനോടൊപ്പം പല വേണ്ടാത്തതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇങ്ങനെ സസ്പെൻസാണ് ജീവിതത്തെ നിലനിർത്തുന്നത്. അതുപോലെ ഈ സസ്പെൻസ് നിലനിർത്തുന്ന സ്വഭാവം ഈശ്വരൻ്റേതാണ്. അതുപോലെ ഒരു സ്വഭാവം എനിക്കും കിട്ടി എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഒരു നല്ല ഘട്ടത്തിൽ പറഞ്ഞവസാനിപ്പിക്കാമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞവസാനിപ്പിക്കാൻ എന്തായാലും എനിക്ക് തൽക്കാല ഉദ്ദേശമില്ല. രാമൻ്റെ ഒരു ചോദ്യത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ശ്രീരാമ ഉവാച, രാമനൊരു ചോദ്യം ചോദിച്ചു. സബ്രഹ്മാണ്ഡ കപാടക്കിം ന സംപ്രാപ്തോ വിപശ്ചിത ത്വയൈതത്കഥിതം ബ്രഹ്മൻ ന കഥം വദതാംബര. ബ്രഹ്മാണ്ഡ കവാടത്തിൻ്റെ അടുത്തെത്തി വിപശ്ചിത്ത് എന്ന് പറഞ്ഞു. അദ്ദേഹം ബ്രഹ്മാണ്ഡ കവാടത്തിനപ്പുറത്ത് പോയപ്പോൾ ഒരു അവിദ്യയല്ല, അവ്യാകൃതം അല്ലെങ്കിൽ അവ്യക്തം എന്നുള്ള ഒരനുഭവവും ഇല്ലാത്ത ഒരു മണ്ഡലത്തിലെത്തി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്രഹ്മാണ്ഡ കവാടം, മറ്റൊരു പ്രപഞ്ചം, ഇങ്ങനെ പറഞ്ഞല്ലോ. ഇങ്ങനെ ഇദ്ദേഹം പല ബ്രഹ്മാണ്ഡങ്ങളിലും പ്രവേശിച്ച് അതിൽ നിന്ന് പുറത്തു കടന്ന് അതിനും അപ്പുറത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഇദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം യാത്രയുടെ അന്ത്യത്തിൽ എത്തിച്ചേരാത്തത് എന്ന് പറഞ്ഞാൽ, യാത്ര എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും അവസാനിക്കണമല്ലോ. അനന്തമായി ആ വിപശ്ചിത്തെ യാത്ര എന്തുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു? എന്തുകൊണ്ട് ബ്രഹ്മാണ്ഡത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വസിഷ്ഠ മഹർഷി പറഞ്ഞു കഴിഞ്ഞു. അവിദ്യ എന്ന് പറയുന്നത് അനന്തമാണ് രാമ. ആ അവിദ്യയുടെ പുറകെ പോകുന്നവൻ ഒരിക്കലും ദൃശ്യപ്രപഞ്ചത്തെ അതിവർത്തിക്കാൻ ശക്തിയുള്ളവനാവുന്നില്ല. വീണ്ടും രാമൻ നമുക്ക് വേണ്ടി ചോദിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ അതിർത്തി എന്തുകൊണ്ട് ആ വിപശ്ചിത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതുമാത്രം അങ്ങ് പറഞ്ഞില്ലല്ലോ മഹർഷേ. വാഗ്മികളിൽ ശ്രേഷ്ഠനായ അങ്ങ് ആ ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് വിട്ടുകളഞ്ഞു? എന്തുകൊണ്ട് അദ്ദേഹത്തിന് ബ്രഹ്മാണ്ഡത്തിൻ്റെ ഒടുവിൽ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ ചെന്നെത്താൻ കഴിഞ്ഞില്ല? പറഞ്ഞ കാര്യമൊക്കെ തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായി വസിഷ്ഠ മഹർഷി വീണ്ടും പറയാൻ പോകുന്നത്. ആ ഭാഗം നമുക്ക് അടുത്ത ശനിയാഴ്ച വായിക്കാം.